ഹായ് നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുമ്പ് എന്ന സീരിയലിൽ അലീനയുടെയും മണിശങ്കറിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ അലീന സ്നേഹക്കൂട്ടിലോട്ട് വേണ്ട കുറച്ച് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുകയാണ്. പർച്ചേസ് ചെയ്തതിന് ശേഷം ആ കടയിലുള്ള ചേട്ടൻ്റെ അടുത്ത് തന്നെ പറയുന്നൊരു ഓട്ടോ വിളിച്ചു കൊടുക്കാൻ. അങ്ങനെ ഷാജിക്കുട്ടൻ എന്ന് പേരുള്ളൊരു ഓട്ടോ വരുന്നുണ്ട്. ആ ഓട്ടോയിലെ ഡ്രൈവറുടെ പേരും ഷാജിക്കുട്ടൻ എന്നാണ്. അങ്ങനെ ഓട്ടോയ്ക്കകത്ത് സാധനങ്ങളെല്ലാം കയറ്റി വെച്ച് നമ്മുടെ അലീന സ്നേഹക്കൂട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓട്ടോയ്ക്കകത്ത് കയറുമ്പോൾ തന്നെ ഷാജിക്കുട്ടൻ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നുണ്ട്. പേരും എവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നു. എൻ്റെ പേര് അലീന, ഞാൻ ബാലചന്ദ്രൻ സാറിൻ്റെ വീട്ടിൽ നിന്ന് വരികയാണെന്ന് പറയുന്നു. അങ്ങനെ സ്നേഹക്കൂട്ടിൻ്റെ അടുത്ത് എത്തുമ്പോൾ സാധനമെല്ലാം ഷാജിക്കുട്ടിൻ്റെ അടുത്ത് പുറത്ത് വെക്കുന്നു. അപ്പം 250 രൂപയെന്ന് പറഞ്ഞാണല്ലോ ഓട്ടോയ്ക്കകത്ത് കയറിയത്. അപ്പോൾ തിരിച്ച് പറയും 250 തന്നെ വേണോ ചേട്ടാ? എന്തോ ചെയ്ത് നിങ്ങളെ കാശുള്ള വീട്ടിലല്ലേ, ബാലേന്ദ്രൻ സാർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാശുള്ള വീട്ടിലല്ലേ, ഫിനാൻസും ടെക്സ്റ്റൈൽസും ജ്വല്ലറിയൊക്കെ ഉള്ള ഒരു ഉടമയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അയ്യോ എൻ്റെ ചേട്ടാ, ഞാൻ അവിടെ വീട്ടുജോലിക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങാനുള്ള കാശോ? അതെനിക്ക് ശമ്പളം കിട്ടുന്ന കാശിനകത്ത് ഞാൻ സ്വരുക്കൂട്ടി മേടിച്ചുകൊണ്ട് പോകുന്നതാണെന്ന് പറയും. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഷാജിക്കുട്ടി ഇങ്ങനെ നോക്കും. എന്താ ചേട്ടാ? അല്ല, എൻ്റെ ഓട്ടോയെ പലരും കയറുന്നതാണ്. ആദ്യമായിട്ടാണ് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിനകത്തുനിന്ന് ഒരു വീതം മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് സഹായിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നത്. അങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ആ കൊടുത്ത പൈസയുടെ പകുതി ഞാൻ കൊടുക്കും. ചേട്ടാ ഇത് സാരമില്ല, ഇത് വെച്ചോന്ന് പറയും. ഇനി ഇതുപോലെ എന്തെങ്കിലും ഓട്ടം വന്നാൽ എന്നെ വിളിക്കണം. മാർക്കറ്റിൽ വന്നിട്ട് ഷാജിക്കുട്ടൻ്റെ ഓട്ടോ പറഞ്ഞാൽ മതി, ഞാൻ വരാമെന്ന് പറയും. ശരി ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് സാധനം എല്ലാം കൊണ്ട് സ്നേഹക്കൂട്ടി കൊടുക്കുകയാണ്. അതിനുശേഷം അലീന വരാൻ വൈകുന്നത് അറിഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അലീനയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ എത്തുമെന്ന് പറയും. അങ്ങനെ അലീന വീട്ടിൽ വരും. വീട്ടിൽ വന്നതിന് ശേഷം ഡോറ് തുറക്കുമ്പോഴത്തേക്കും നീ എന്താ ഇത്ര വൈകിയത്? അത് അച്ഛൻ, ഞാൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയതാണ്. ഇത്രയും സമയമോ? അത് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത കൂട്ടത്തിൽ ഞാൻ സ്നേഹക്കൂട്ടിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ചെന്ന് പറയും. സ്നേഹക്കൂട്ടിലോട്ടോ? അതിന് നിൻ്റെ കാശുണ്ടായിരുന്നു മോളെ? എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു അച്ഛാ. അപ്പോൾ ബാലേന്ദ്രൻ മനസ്സിലാലോചിക്കും. കാരണം അലീന ഒരു ഓഫനാണെന്നല്ലോ. അപ്പോൾ അവിടെ വളർന്നതിൻ്റെതായ ഒരു അനാഥ മന്ദിരത്തിൽ വളർന്ന ആ കുട്ടിക്ക് എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് കാണും. അത് വളരെ നന്മ തന്നെ അവളുള്ളത്. അങ്ങനെ നമ്മുടെ കൃഷ്ണൻപിള്ള പറയും, അല്ലെങ്കിൽ അലീന ചേച്ചി പൊളിയല്ലേ എന്ന് പറയും. അങ്ങനെ അലീന എങ്കിൽ ശരി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സാധനമൊക്കെ എടുത്ത് അകത്തോട്ട് കയറി പോവാണ്. അതിനുശേഷം നമ്മുടെ ബാലേന്ദ്രനെ മണിശങ്കർ ഫോണിൽ വിളിക്കുന്നുണ്ട്. കാരണം രേവതിക്കുട്ടിയെ കാണാനായിട്ട് എറണാകുളത്ത് പോകേണ്ട കാര്യം അലീന ബാലേന്ദ്രനോട് പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ മണിശങ്കരെ വിളിച്ചിട്ട് പറയും, അങ്കിളെ ഞാൻ നാളെ എറണാകുളത്തിന് പോകുന്നുണ്ട്. ഞാൻ പോകുന്നതിൻ്റെ കൂടെ അലീനയും കൂട്ടി പോകാം. അലീനയ്ക്ക് രേവതിക്കുട്ടി കാണണമെന്ന് പറഞ്ഞില്ല എന്ന് പറയും. ഓ പറഞ്ഞതുപോലെ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഓ പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പം മുറപ്പെണ്ണും മുറച്ചെടുക്കുന്നൊക്കെ ആണല്ലോ എന്ന് പറയും. അതെന്താ അങ്ങളെ അങ്ങനെ പറഞ്ഞത്? അല്ല, നിൻ്റെ മുറപ്പെണ്ണാണല്ലോ അലീന, അപ്പം നിനക്ക് ധൈര്യമായിട്ട് വിളിച്ചുകൊണ്ട് പോകാമല്ലോ എന്ന് ചോദിക്കും. അതൊന്നുമല്ല, അങ്കിളിൻ്റെ പെർമിഷനോട് കൂടിയേ കൊണ്ടുപോകത്തുള്ളൂ. അലീനയ്ക്കും അങ്കിളിന് പെർമിഷൻ ഇല്ലാതെ എൻ്റെ കൂടെ വരത്തില്ലെന്ന് പറയും. ഒന്നുമില്ലെങ്കിൽ ഞാനല്ലേ അങ്കിളെ അവളെ സ്നേഹസദനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത്. നിൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നല്ലോ. അങ്കിളിനോട് തർക്കിക്കാൻ ഞാനില്ല. അപ്പോൾ നാളെ ഞാൻ അലീനെ കൂട്ടിക്കൊണ്ട് പോട്ടെ. ശരി ആയിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മുടെ മണിശങ്കർ അലീനെ കൂട്ടാൻ വരുന്നൊരു സന്തോഷമുണ്ട്. അങ്ങനെ വന്നിട്ട് കഥ ഡോറ് നോക്കിയും അപ്പോൾ നമ്മുടെ കൃഷ്ണ വന്നിട്ട് പറയും, അലീന ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വന്നതാണല്ലേ എന്ന് പറയും. ആന്നരി കള്ളി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മണിശങ്കർ കൃഷ്ണയും കൂട്ടിക്കൊണ്ട് അകത്തോട്ട് വരും. അപ്പോഴത്തേക്ക് ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണ അലീനയുടെ റൂമിനോട് ചെല്ലുമ്പോൾ, ആഹാ ചേച്ചി ഇന്ന് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ. ആണോ? പിന്നെ നല്ല രാജകുമാരിയെ പോലെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുമെന്ന് പറയും. ചേച്ചിയെ കൂട്ടാനായിട്ട് മനുവേട്ടൻ വന്നിട്ടുണ്ട്, പൊടി കള്ളി എന്ന് പറയും. അങ്ങനെ നമ്മുടെ അലീന റെഡിയായി പെട്ടെന്ന് താഴേക്ക് വരുന്ന സമയത്ത് കൃഷ്ണയോട് പറഞ്ഞേൽപ്പിക്കും, മോളെ എല്ലാവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാവരും കഴിക്കണം. പിന്നെ അച്ഛന് കഴിക്കേണ്ട മരുന്നും അച്ഛനുള്ള ഫുഡും എല്ലാം ഞാൻ പ്രത്യേകം എടുത്ത് വെച്ചിട്ടുണ്ട്, സമയത്തിനെടുത്ത് കൊടുക്കണം എന്നൊക്കെ പറയും. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ മനസ്സിലാലോചിക്കും, വൈജയന്തിക്ക് പോലും ഇത്ര ഉത്തരവാദിത്വം ഇല്ലായിരുന്നു. എവിടെയും പോകണമെന്ന് വെച്ചാൽ വൈജയന്തി ഇറങ്ങി അങ്ങ് പോകും. ഇത് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തമായിട്ട് ചെയ്ത് എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് എല്ലാം ഒതുക്കി എല്ലാവരുടെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷമാണ് നമ്മുടെ അലീന പോകുന്നത്. അങ്ങനെ ബാലേന്ദ്രൻ പറയുകയാണ്, എൻ്റെ മോളെ കൊണ്ടുപോകുന്ന കൊള്ളാം, സൂക്ഷിച്ച് തിരിച്ച് ഇവിടെ കൊണ്ട് എത്തിക്കണമെന്ന് പറയും. പിന്നെ ഞാൻ അങ്ങനെ എവിടെ കൊണ്ട് കളയത്തിയൊന്നുമില്ല, തിരിച്ച് ഇവിടെ തന്നെ കൊണ്ട് എത്തിക്കുമെന്ന് പറയും. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകുന്നത് നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ബാക്കിൽ ഡോറ് തുറക്കുമ്പോൾ കൃഷ്ണൻ പറയും, എന്തിനാ ബാക്കിൽ തുറക്കുന്നത്? ചേച്ചി ഫ്രണ്ടിൽ ഇരുന്നാൽ മതി. അങ്ങനെ ഫ്രണ്ടിൽ മനുഷ്യൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി കാറിൽ യാത്രയിൽ ഒരുമിച്ച് പോകുന്നു. ആ സമയത്ത് മനുഷ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അലീനയോട് സംസാരിക്കുന്നുണ്ട്. പകുതി വഴി എത്തിയപ്പം, നമുക്കിനി എന്തെങ്കിലും കുടിച്ചാലോ? എനിക്കൊന്നും വേണ്ട മനുവേട്ടാ. അതൊന്നും വേണ്ട, പറഞ്ഞാൽ പറ്റത്തില്ല, ഒരു കരിക്കെങ്കിലും കുടിക്കാമെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി കരിക്കിനകത്ത് സ്റ്റോയൊക്കെ ഇട്ട് രണ്ടുപേരും കൂടി ഒരു കരിക്കും വെള്ളം കുടിക്കുകയാണ്.
അപ്പം ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ അലീനയ്ക്ക് പേടിയാവും. അങ്ങനെ മനുശങ്കർ പെട്ടെന്ന് കയ്യിൽ പിടിച്ചിട്ട് അപ്പം നമ്മുടെ അലീന മനുശങ്കരനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്രോസ് ചെയ്ത് തിരിച്ച് കാറിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അവർ പിന്നെയും യാത്ര തുടരുവാണ് എറണാകുളത്തോട്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മനുവേട്ട എന്നെ സ്റ്റാൻഡിൽ ഇറക്കിയാൽ മതി, ഞാൻ അവിടുന്ന് ഓട്ടോയിൽ പോയിക്കോളാം എന്ന് പറയും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിന്നെ ഞാൻ രേവതികുട്ടിയുടെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷമേ തിരിച്ചു പോകുന്നുള്ളൂ, നിന്നെ റോഡിൽ ഇറക്കാനല്ല ഞാൻ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ ഒരുമിച്ച് രേവതികുട്ടിയെ കാണാനായിട്ടുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ അതിലെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. തിരിച്ചും നമ്മുടെ മനുശങ്കർ തന്നെ ആയിരിക്കും അലീനെ കൂട്ടിക്കൊണ്ട് വരുന്നതും തിരിച്ച് കടപ്പാട്ടൂർ വീട്ടിലോട്ടൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പം ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.